മോൻസ് ജോസഫ് സജി മഞ്ഞക്കടമ്പിൽ തർക്കം പല നിലയിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് പറഞ്ഞത് സജിക്ക് സീറ്റ് നൽകാൻ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആണല്ലോ, ഇതൊരു തദ്ദേശ തിരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ എന്നാണ് മോൻസ് ചോദിക്കുന്നത്. സജി എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഇത്തരം പ്രസ്താവനകളെ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ മോൻസിൻ്റെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു മുഖമായി കാണുന്നു. എനിക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2000-ൽ ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും 2005-ൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ മാണിസാറിൻ്റെ അല്ലെങ്കിൽ മാണിസാറ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിച്ചതിൻ്റെ പേരിൽ ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ അബദ്ധത്തിൽ MLA ആയി പോയ മോൻസ്, അദ്ദേഹത്തിന് പിന്നെ ജോസഫ് സാറിന് ഒരു കേസ് വന്നു. ആ കേസ് വന്നപ്പം അതിനുശേഷം കുരുളാഞ്ചേട്ടന് കേസ് വന്നു. അതിനൊക്കെ പിറയിൽ ആരാന്ന് ജോസഫ് സാറിനും കുരുളാഞ്ചേട്ടനും അറിയാമായിരിക്കും. അതിൽ ആ കേസും വന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ അബദ്ധത്തിലൊന്ന് മന്ത്രിയായി ചില പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അഹന്തയൊന്നും മിസ്റ്റർ മോൻസ് ജോസഫ് ഇനിയെങ്കിലും ഇറക്കാതിരിക്കൂ. ഞാൻ ഈ മുന്നണി വിട്ട് നിങ്ങളുടെ പീഡനം മൂലമാണ്. ഇനിയും എന്നെ ആക്ഷേപിക്കാൻ വരാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഈ പണം ഉണ്ടാക്കി മന്ത്രിയായപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അഴിമതി എന്നുള്ളതാണോ? താങ്കൾ അങ്ങനെയാണോ പറയുകയാണോ? അല്ല, ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആസ്തിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചും അവിടെ അന്വേഷിച്ചാൽ അറിയാം. ഇപ്പോൾ അദ്ദേഹം വലിയ ധനവാനാണെന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നുകിൽ ഒരു ആരോപണം പറയാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വികസനത്തോടൊപ്പം അദ്ദേഹം സാമ്പത്തികം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ അഹന്തയാണ് ഇന്ന് അദ്ദേഹം ഇന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നെങ്കിൽ, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നെങ്കിൽ ഞാൻ ഒരു അഴിമതി നടത്താൻ പോയിട്ടില്ല, ഞാൻ പണം സമ്പാദിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. അവിടെ മാനസാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഞാൻ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്ന സമയത്ത് മികച്ച നിലയിൽ അവിടെ വികസന പ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട് നന്നാക്കാനെന്ന്, നാട് വികസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു, നാട് വികസിപ്പിച്ചു. ഞാൻ വികസിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം ഇന്നലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം UDFൻ്റെ എല്ലാ സ്ഥാനങ്ങളും എനിക്ക് തന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോട്ടയം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. ഞാൻ അതിനുശേഷം UDF ജില്ലാ ചെയർമാൻ ആകുമ്പോൾ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിലാണ്. അവിടെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒന്നിച്ച് ഇപ്പോൾ പറയുക സജി മഞ്ഞക്കടമ്പിൽ UDFന് എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുന്നത് ആർക്കാ കിട്ടിയ തരത്തിൽ പലവട്ടം അല്ലെങ്കിൽ കാലുമാറി വന്ന ഫ്രാൻസിസ് ജോർജിനും അദ്ദേഹത്തിന് വന്നതേ ഇടുക്കി സീറ്റ് ലഭിച്ചു. ഞാനന്നും ഈ പാർട്ടിക്ക് വേണ്ടി ജോസഫ് സാറിനൊപ്പം നിന്ന് പാലായിൽ നിന്ന് പോരാടി എനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഏറ്റുമാനൂരിലേക്ക് മോൻസിൻ്റെ സ്പോൺസറായിട്ട് പ്രിൻസ് ലൂക്കോസിനെ ഇറക്കി എന്നും എന്നെ മാറ്റി നിർത്തിയത്. ഇതിൻ്റെ എല്ലാ സ്ഥാനങ്ങളും തന്നു എന്ന് പറയാൻ ഫ്രാൻസിസ് ജോർജ് എന്താ അവകാശം? ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പോലും എനിക്ക് കയറാൻ അവസരം നൽകിയില്ല. ഇവിടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും സ്വാഭാവിക DCC പ്രസിഡന്റും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാണ് ആകേണ്ടത്. അത് ആക്കിയില്ല. അവിടെ നമ്മൾ പരിഗണിച്ചില്ല. അപ്പോൾ എല്ലാ തരത്തിലും മോൻസ് ജോസഫ് പറയുന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റ് അവിടെ കാണണമെന്ന് പോലും പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഫ്രാൻസിസ് ജോർജ്, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം അക്ഷരാർത്ഥത്തിലൊരു മത്സര തൊഴിലാളിയാണ്. UDF ആണെങ്കിലും വേണ്ട, LDF ആണെങ്കിലും വേണ്ട, എവിടെയാണോ അദ്ദേഹത്തിന് മത്സരിക്കണം, എല്ലാ കാലത്തും മത്സരിക്കണം. ഇടുക്കിയിലെ അദ്ദേഹത്തോടൊപ്പം പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത്, മഞ്ഞക്കടമ്പ ഫ്രാൻസിസിനെ കുറിച്ച് എനിക്കിത് പറയാനുള്ളത്, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും, അവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകരുടെ പണം പോവും, അദ്ദേഹം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം മീതി പൈസ ആയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഒരാളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പേരെനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പൈസ സമ്പാദനത്തിന് വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് മത്സരം? അതാണോ താങ്കൾ പറയുന്നത്? അത് തന്നെയായിരിക്കുമല്ലോ. 100% ഓരോ പ്രാവശ്യവും ഓരോ മുന്നണി മാറി അദ്ദേഹം മത്സരിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കണം. ജയിക്കണമെന്നുള്ളതല്ല അദ്ദേഹത്തിന് വിഷയം. ജയവും തോൽവിയൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല. മത്സരിച്ചാൽ മതി. മത്സരിക്കുമ്പോൾ ഒരു ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട. ഈ ഒരു കാര്യം, അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജിന് ഇനി പിന്തുണയ്ക്കാനാകുമോ? ഇപ്പോൾ മറ്റ് രണ്ട് മുന്നണികൾ അപ്പുറത്തുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് വിരുദ്ധ നിലയിലേക്കാണോ, വോട്ട് എന്ന നിലയിലേക്കാണോ സജി പോകുന്നത്? അല്ല, ഞാനല്ലോ ഫ്രാൻസിസ് ജോർജ് ഇവിടെ മോൻസ് ജോസഫിൻ്റെ പീഡനം വളരെ ക്രൂരമായ പീഡനം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോൻസ് ജോസഫ് എന്നോട് അല്ലെങ്കിൽ എന്നെ അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹമെങ്കിലും അതിന് നേതൃത്വം കൊടുക്കണ്ടായിരുന്നോ? ആ സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിയ സമയത്ത് ആദ്യം അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ കയറാൻ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥാനങ്ങളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ജോർജ് വിളിക്കാം. ചരിത്രം നമ്മൾ കേട്ടതാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇനി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ സജി മഞ്ഞക്കടമ്പിലാകും? ഇല്ല, ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാനോ ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യാനോ ഞാനില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, മോൻസ് ജോസഫും ഉള്ള മുന്നണിയിൽ പ്രവർത്തിക്കുന്നില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കാനായിട്ട് ഇനി പക്ഷേ ഞാൻ ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പകുതി വരെയും വളരെ സജീവമായി നമ്മുടെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ
അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കും, അവിടെ എല്ലാം ഞാൻ തന്നെ ചുവരെഴുതിച്ചതാണ്. തീർച്ചയായും അത് നമ്മൾ കേട്ടിരുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനി ഇടത് അല്ലെങ്കിൽ NDA ഈ രണ്ട് മുന്നണികൾക്കായിരിക്കും പിന്തുണ. ഏതായാലും ഫ്രാൻസിസ് ജോർജ് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15-ാം തീയതി 18-ാം തീയതിയോടുകൂടിയൊക്കെ ഞാൻ പ്രവർത്തിക്കില്ല. ആർക്ക് നമ്മൾ വോട്ട് അല്ലെങ്കിൽ നമ്മുടെ പിന്തുണ കൊടുക്കും എന്നുള്ളത് മറ്റ് രണ്ട് മുന്നണികളും പരിഗണനയിലുണ്ട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും നമ്മളെ ഇവരെല്ലാം നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ UDFിലേക്ക് തിരിച്ചു വരുന്നുള്ളൊരു ഓപ്ഷനും പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമേറെ എന്നെ അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, UDF ജില്ലാ ചെയർമാൻ ആയിരിക്കുന്ന എനിക്ക് ഈ തരത്തിൽ ഒരു തരത്തിൽ നമ്മളെ പ്രവർത്തിപ്പിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും എനിക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ NDA പരിഗണനയിലുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് പരിഗണന എന്നുള്ളതല്ല, നമ്മൾക്ക് എല്ലാ മുന്നണിയിലും പെട്ട ആളുകൾ നമ്മളോട് സ്വാഭാവികമായിട്ടും ആ മുന്നണിയിലേക്ക് കടന്നു വരുന്നതിനുള്ള വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എന്താണ് തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല, എന്താണ് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഫ്രാൻസിസ് ജോർജിനായിരിക്കില്ല വോട്ട് എന്ന് സജി കൃത്യമായി പറയുകയാണ്. വരും ദിവസങ്ങളിൽ NDAക്കോ LDFനോ വോട്ട് എന്നുള്ളത് സജി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.